അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിസ് സിദ്ഖി വൽ വഫ. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ബഹുമാന്യനായ ഡോക്ടർ റഹ്മാൻ സാഹിബിന്റെ ദീർഘനേരം നീണ്ടുനിന്ന വൈദ്യശാസ്ത്ര സംബന്ധിയായ സംശയ നിവാരണങ്ങളും രോഗികൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും സാധ്യമായ രീതിയിലുള്ള മരുന്ന് നിർദ്ദേശിക്കലുമൊക്കെയായി ഒരുപാട് സമയം വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ പലർക്കും ആ സമയത്തിനുള്ളിൽ നേടാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു പഠന സംബന്ധിയായ വിഷയങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത്. അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർന്ന രീതിയിലുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരത്തിലൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയൊക്കെ സേവനം നമ്മുടെ ക്ലാസ് റൂമിലൂടെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ അപൂർവം സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അപൂർവം സംരംഭങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. നമ്മുടെ ക്ലാസ് റൂം അത്തരത്തിൽ ആ ഭാഗ്യം ലഭിക്കാൻ തൗഫീഖ് കിട്ടിയ ഒരു ക്ലാസ് റൂമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി പെരുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ, ഞാൻ അങ്ങനെ പറയാൻ നിൽക്കായിരുന്നു, ഡോക്ടർക്ക് ഇപ്പം മരുന്ന് നിർദ്ദേശിക്കേണ്ട കോലാണ്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചുമക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. പിന്നെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്കായി ദുആ ചെയ്യാൻ എന്നോടും നിങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾക്കൊക്കെ അല്ലാഹു തആല ശമനം നൽകട്ടെ. പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്ത് മൊത്തത്തിലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും ഇപ്പൊ കുറച്ചു ദിവസമായി കേരളത്തിലെ മുസ്ലിങ്ങൾ വിശിഷ്യായും ഒക്കെ പലതരത്തിലുള്ള ഫിത്നകളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ എക്കാലത്തും ഫിത്നകൾക്ക് വിധേയരായിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ പലതരത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമാധാനപൂർവം ഇസ്സത്തോടുകൂടെ ജീവിച്ചു വരുന്ന ഒരു വിഭാഗമാണ്. ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളിലുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ അപേക്ഷിച്ച് വളരെ ഉയർന്ന രീതിയിലാണ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായുമൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങളായ നമ്മൾ ജീവിച്ചു പോരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തിനെ നിലനിർത്തി തരുമാറാകട്ടെ. നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടിയതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരായ ഇന്ത്യയുടെ ഇതര സ്റ്റേറ്റുകളിലുള്ള സഹോദരന്മാർക്ക് കൂടി നമ്മുടെ ആ സൗകര്യങ്ങൾ പകർന്നുകൊടുക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾ വിശിഷ്യ സമസ്ത കേരള ജമിയത്തുൽ ഉലമായും അതിന്റെ കീഴ്ഘടകങ്ങളും
പലതരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നുണ്ട്. അതൊക്കെ വളരെ വലിയ വിജയം കാണുകയും അതിന്റെ ഉപഭോക്താക്കളായ ഇതര സ്റ്റേറ്റുകളിലെ മുസ്ലിം സഹോദരങ്ങൾ വളരെ നന്ദിയോടുകൂടി അതിനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന തീർച്ചയായും നമുക്കും നമ്മുടെ നേതാക്കൾക്കുമൊക്കെ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. പുരോഗമനം അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വന്ന പല ആളുകൾക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കളവാകില്ല. അവരൊക്കെ ഇപ്പോഴും തുടങ്ങിയിടത്ത് തന്നെയാണുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് നാട്ടിക ഉസ്താദ് പറയാറുണ്ടായിരുന്നു, ഓരൊക്കെ എപ്പോഴും ആ ബുലൂഗുൽ മറാമ് തൊക്കിലും വെച്ച് നടക്കുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു സാഹചര്യം തങ്ങളാണ് എല്ലാ നന്മക്കും തുടക്കം കുറിച്ചത് എന്ന് അവകാശപ്പെടുന്ന ഈ വിഭാഗത്തിനൊന്നും ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഞാന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മേലാറ്റൂര് പഞ്ചായത്തിൽ എടയാറ്റൂര് ഉള്ള ഒരാളാണ്. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് എന്റെ അടുത്ത പ്രദേശത്താണ്. അതിന്റെ തൊട്ടു പിന്നിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശാന്തപുരം ഇസ്ലാമിയ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് സത്യത്തിൽ ഞങ്ങളൊക്കെ 2 കൊല്ലം ജാമ്യയിൽ കൃത്യമായിട്ടുണ്ടായിട്ടും ഈ ശാന്തപുരം കോളേജ് അപ്പുറത്തുള്ളൊരു വിവരമൊന്നും കൃത്യമായിട്ട് നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ ആരെങ്കിലും അത് കൃത്യമായിട്ട് കണ്ടോരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹത്വവൽക്കരിച്ച് അതിനെക്കുറിച്ച് പറയുന്നവരെയൊന്നും നമ്മളാ കാലത്ത് കേട്ടിട്ടില്ല. ഇപ്പോഴും സംഭവം അവിടെ ഉണ്ട്, കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ അത് തുടങ്ങിയതിന്റെ അപ്പുറത്തേക്കൊരു വിജയത്തിലെത്തിക്കാനൊന്നും അതിന് സാധിച്ചിട്ടില്ല എന്ന് അതിന്റെ വക്താക്കളായ ചില ആളുകളൊക്കെ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്നാൽ ജാമിഅ നൂരിയ അറബി കോളേജ് ഇപ്പൊ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ വലിയ പുരോഗതി ബിൽഡിങ്ങുകളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പുരോഗതിയായി കണക്കാക്കുന്നത് അവിടെ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളുടെയും അതിനുള്ള അർഹരായ പണ്ഡിതന്മാരുടെയും അതിനുള്ള സൗകര്യങ്ങളുടെയും ഒക്കെ തോത് വെച്ചിട്ടാണ്. എല്ലാ കാലത്തും മഹാന്മാരായ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരാണ് ജാമിഅ നൂരിയ അറബി കോളേജിൽ അധ്യാപകരായി ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കിതാബ് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ചുറ്റുപാടല്ല അവിടെ ഉള്ളത്. എന്നാൽ പോലും പറയത്തക്ക ഒരു ഗുണമേന്മയൊന്നും അവിടുന്ന് പഠിച്ചു വന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനില്ല. നമുക്ക് നല്ല അവർക്കും പറയാനില്ല. ഇപ്പൊ കേരളത്തിലെ ഏതൊരു മഹല്ലിലും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫാരിഗായ ഒരു ഫൈളി ബിരുദമുള്ള ഒരാള് ഒരു മഹല്ലത്തിൽ ജോലി നോക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെ നിലയും വലിയൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവരുടെയൊക്കെ കേരളത്തിൽ വളരെ തുലവും തുച്ഛമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള മഹല്ലുകളുള്ളത്. വളരെ കുറവാണ്. കൃത്യമായിട്ട് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ജമാഅത്തുകാർ മാത്രമുള്ള വല്ല മഹല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വല്ല കൊടിയത്തൂരോ
അതുപോലുള്ള പ്രദേശത്ത് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരിക്കും, അല്ലാഹു ആലം. എന്നാൽ അവിടെയൊക്കെ തന്നെ ഇപ്പൊ ഇവിടുന്നൊക്കെ മതവിജ്ഞാനം നേടി വരുന്ന ആളുകൾ തന്നെ നിന്നാലും അവർക്കൊരു നിലയും ബലിയുള്ളതായിട്ട് അറിയില്ല. അവരൊക്കെ പഴയ മൗലവിമാർ തന്നെയാണ് ഇപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. കാരണം ഈ പുതിയ ആളുകൾക്കൊന്നും അതിനുള്ള അംഗീകാരം അവരുടെ കൂട്ടത്തിൽ തന്നെ ഇല്ല. എന്നാൽ ഈ കൊല്ലം പട്ടിക്കാടെന്ന് ഒരാള് ഫൈലി ബിരുദം നേടി പുറത്തു വന്നാല് അയാള് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പേ അയാൾക്ക് ജോലിയായിട്ടുണ്ടാകും. അയാൾക്കൊരു മഹല്ലത്തിൽ ആ മഹല്ലിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ബാധ്യത അയാൾ ഏറ്റെടുത്തിട്ടുണ്ടാകും, അത് അയാൾ നിർവഹിക്കുന്നുണ്ടാകും. മഹല്ലിൽ അയാളെ ഒരു ഖത്തീബോ ഖാദിയോ മുദരിസോ ഇമാമോ അല്ലെങ്കിൽ സദർ മുഅല്ലിമോ മറ്റോ ഒക്കെയായി ആളുകൾ അംഗീകരിക്കുന്ന ഒരവസ്ഥയിൽ, ആളുകൾക്ക് അനിവാര്യമായ ഒരവസ്ഥയിൽ അയാൾ സേവനം അനുഷ്ഠിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവ്വസൂരികളായ പണ്ഡിത മഹത്തുക്കളാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു അംഗീകാരമാണ്. അത് സമസ്തക്ക് മാത്രമുള്ളതുമാണ്. നേരത്തെ പറഞ്ഞ വിഭാഗം ഏതുതരം ബിദഈ വിഭാഗമായാലും അവർക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു നിലയും വിലയും സമൂഹത്തിൽ കിട്ടണില്ല. അവരാണ് പലതിനും തുടക്കം കുറിച്ചത് എന്നൊക്കെ അവർ വാദിക്കാറുണ്ടെങ്കിലും ആ തുടക്കം കുറിച്ചിടത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമ്മളവിടുന്ന് ഒരുപാട് പുരോഗമിച്ച് എല്ലാ മേഖലകളിലേക്കും പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്കും അതിന്റെ കീഴ്ഘടകങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ പോലെ തന്നെ കേരളത്തിലെ മഹല്ലത്തുകളുടെ ഭരണസാരഥ്യം 90% എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടക്കാലത്ത് സമസ്തയിൽ നിന്ന് പിരിയുകയോ പിരിച്ചുവിടപ്പെടുകയോ ചെയ്ത ആളുകൾ അവരുടെ സ്ഥാപനം എന്ന് പറയപ്പെടുന്ന കോഴിക്കോടുള്ള കേന്ദ്രത്തിൽ നിന്നും വർഷാവർഷങ്ങളിൽ കുറെ ആളുകൾ പുറത്തു വരാറുണ്ട്. ആപേക്ഷികമായി ഒരുപക്ഷെ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്ന് ഫാരിഗാകുന്ന ബിരുദമെടുത്ത് പുറത്തുവരുന്ന ആലിമീങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഈ കേന്ദ്രത്തിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ എവിടെയാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്, എവിടെയാണ് അവരുടെയൊക്കെ സേവനം സമൂഹത്തിന് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ അതിന് മറുപടിയില്ല. ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പട്ടി പെറുന്നതുപോലെ ഒരുപാട് ഉണ്ടാകലുണ്ട്. അവസാനം ഒന്നോ രണ്ടോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുള്ളൂ. ഇതേ അവസ്ഥയിലാണ് സത്യത്തിൽ അതുള്ളത്. പിന്നെ വല്ല പെട്രോൾ പമ്പിലോ മറ്റോ ഒക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടാവും. ഞാനിത് പറഞ്ഞത് കേവലം ഒരു വിഭാഗത്തെ ചെറുതാക്കി കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ പൊക്കിപ്പിടിക്കാനോ ഒന്നുമല്ല. ഇവിടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കണമെന്നുണ്ടെങ്കിൽ അത് ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു ഫദ്ലാണ്, ഒരു ഔദാര്യമാണ്. അതെല്ലാവർക്കും അള്ളാഹു തആല കൊടുക്കൂല. യുതീഹി മൻ യശാ, അത് അള്ളാഹു തആലാക്ക് അതിന് പറ്റുന്നു തോന്നിയവരെയാണ് അള്ളാഹു അതിനെ ഏൽപ്പിക്കുള്ളൂ. അതിനൊരു തൗഫീഖ് വേണം. ഈ തൗഫീഖാണ് സത്യത്തിൽ ഒരു മനുഷ്യന്റെ വിജയത്തിലേക്ക് അവനെത്തിക്കാം. തൗഫീഖ് ഉണ്ടായി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ്.
പഠിക്കുന്നവരൊക്കെ പാടെ ഇത് കിട്ടുന്നവരായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ബുദ്ധിമതികളായ ആളുകളൊക്കെ വേറെയും കുറെ ഉണ്ടായി എന്ന് വരും മറ്റു വിഭാഗങ്ങളിലൊക്കെ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി മുന്നോട്ടു പോകാൻ സാധിക്കുക എന്നുള്ളത് വലിയ ഒരു തൗഫീഖാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ ചില ആളുകളെ തെരഞ്ഞെടുക്കും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതിയ അംറുല്ലാഹ്. സത്യം പറയാനും ആ സത്യത്തിന്റെ പ്രബോധനം നടത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ ഒരു വിഭാഗത്തെ തെരഞ്ഞെടുക്കും. അന്ത്യനാൾ വരെ ആ പ്രക്രിയ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ടിരിക്കും. അവർ അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആക്ഷേപത്തെയും ഭയപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിച്ചാൽ അവർക്ക് രണ്ട് ലോകത്തും വിജയം വരിക്കാൻ സാധിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ പെടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് വിശിഷ്യ അത്യന്താപേക്ഷിതമായും ഉണ്ടാകേണ്ട ഒരു ഘടകം. ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നാടകരൂപത്തിൽ ഒരു പക്ഷേ മറ്റു പലരിൽ നിന്നും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തലയെക്കെട്ടിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിലും പുറമേ പുറംപൂച്ച് എന്നുള്ള നിലക്ക് ഇബാദത്തുകളൊക്കെ വളരെ ഭംഗിയായി ചിട്ടയോടുകൂടെയൊക്കെ നിർവഹിക്കുന്ന കാര്യത്തിലും സംസാരിക്കുന്ന സമയത്ത് ഹൽക്കിന്റെ താഴെ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നതും ദുആ ചെയ്യുന്ന സമയത്ത് മുഖത്ത് കൂടുതൽ വഖാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കണ്ണൊക്കെ ആകാശത്തേക്ക് ഉയർത്തി ദ്വേർക്കുന്നതും വയല് പോലുള്ള രംഗങ്ങളിലൊക്കെ കൈയൊക്കെ അർശിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നതും ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. സത്യത്തിൽ അങ്ങനെ ചെയ്യുന്ന പല ആളുകൾക്കും അതിലൊന്നും ആ പ്രസംഗം കഴിയുന്നത് വരെ പോലും ആ ജാട പിടിച്ചു നിർത്താൻ സാധിക്കാറില്ല എന്നുള്ള വസ്തുത പച്ചപ്പരമാർത്ഥാണ്. എന്നാൽ നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങള്, നമ്മുടെ ഉസ്താദുമാർ, ഇവർക്ക് ഈ ജാട വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളെയൊക്കെ അതിന്റേതായ മഖ്റജിനെ അവർ ഉച്ചരിക്കാറുള്ളൂ. എല്ലാ അക്ഷരങ്ങളും ഹൽക്കിന്റെ താഴെ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് ആളുകളെ ഒരു തരത്തിൽ പേടിപ്പിച്ചു വശീകരിക്കുക, പ്രലോഭിപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവമൊന്നും നമ്മൾ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വലിയ ഒരു അഭിപ്രായമൊന്നും പെട്ടെന്ന് ആളുകളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിനൊക്കെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധിക്കാറുണ്ട്. ആ ശ്രദ്ധ പിടിച്ചു പറ്റിയതുപോലെ തന്നെ അവര് ആ മഹല്ലിൽ ഫിത്നയുണ്ടാക്കിയിട്ട് പോകാറുണ്ട്. വളരെ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അവര് ജോലി ചെയ്യുന്ന 1-2 വർഷം കൊണ്ട് വളരെ പെട്ടെന്ന് ആ മഹല്ലത്തിൽ ഫിത്നയുണ്ടാക്കിയിട്ട് പോകാനും അവർക്ക് സാധിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഉസ്താദുമാരാണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള മാതിരിയെ പറയലുള്ളൂ. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ മഖ്റജൊന്നും മാറ്റി ഉച്ചരിക്കാത്തതിന്റെ പേരിൽ ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ഉണ്ടാവൂല. കാരണം ഹംസ് ഹൽക്കിന്റെ താഴെ തന്നെയാണ് എല്ലാവരും ഉച്ചരിക്കുക. അപ്പൊ ഈ മൗലിയരും അങ്ങനെ ഉച്ചരിച്ചാൽ പിന്നെ അവിടെ ഒരു ശ്രദ്ധ പ്രത്യേകിച്ച് വരൂലല്ലോ.
എന്നാൽ ഒരു മൗലിയര് ഹൽക്കിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഉച്ചരിക്കേണ്ട ഹംസിനെ പള്ളന്റെ അടിയിൽ അടിവയറ്റിന്ന് ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയാലോ? അവിടെ പ്രത്യേകിച്ചൊരു ശബ്ദം ഉണ്ടാകും. ചില ആൾക്കാരുണ്ടാകും അർറഹ്മാനി എന്നുള്ളിടത്ത് ഔറഹ്മാനി എന്ന് പറയും. ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നിടത്ത് ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും. വല്ല കല്യാണത്തിനോ മറ്റോ ഒക്കെ ഉള്ള മൗലൂദിന്റെ മജ്ലിസിലോ ഒക്കെ ചെന്നിരുന്ന് ദുആ ചെയ്യുമ്പോ രണ്ട് കണ്ണൊക്കെ അത് ചങ്ക് പിടിച്ചോന്റെ മാതിരി മേപ്പെട്ടിങ്ങനെ ആക്കിയിട്ട് കണ്ണ് മറിഞ്ഞോനെ പോലെ ആക്കിയിട്ടൊക്കെ ഇങ്ങനെ ദ്വേർക്കും. അപ്പൊ ആ രീതിയിലൊക്കെ സത്യത്തില് ദുആ ചെയ്യുന്ന സമയത്ത് കൈയിന്റെ ഉള്ളിലേക്ക് നോക്കലാണ് സുന്നത്ത് എന്നാണ് കിതാബുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇതാൾക്കാരെ വിചാരം ഇയാള് അർശിക്ക് നോക്കിയിട്ടാണ് ദ്വേർക്കണത്, ലൗഹുൽ മഹ്ഫൂദക്ക് നോക്കിയിട്ടാണ് കാര്യം പറയണതെന്നൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ചില തരികിടയൊക്കെ കാണിക്കുന്ന ചില സ്വഭാവക്കാരുണ്ടാവും. അതൊക്കെ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുമെന്നല്ലാതെ അവിടുന്ന് പോയാൽ ഞാനിപ്പോ ഈ ചെയ്തതിൽ എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് എന്നുള്ള സംസാരമൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇഖ്ലാസിൽ നിന്നല്ലാതൊന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോ സത്യത്തില് പറഞ്ഞു വന്നത്. ഇഖ്ലാസോടുകൂടി ഒരു വിഭാഗം, ഇതൊക്കെ ഇപ്പൊ അമലുകളാണല്ലോ, പരലോകത്ത് കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ ഇതൊക്കെ. അത് തന്നെ ഒരു ഖൗമിന്റെ മുന്നിൽ നിന്ന് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമുള്ളതാണ്. നിസ്കാരത്തിന് ഇമാമ് നിൽക്കുന്ന ആളുകൾ മൗമൂമിങ്ങളുടെ ഖതറൊക്കെ തഹമ്മുല് ചെയ്യാനുള്ള അഹ്ലിയത്തുള്ള ആളാകണം. അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്നവരെക്കാളൊക്കെ കൂടുതൽ വറവും ഇൽമും ഒക്കെയുള്ള ആളാകണം മുന്നിൽ നിൽക്കുന്ന ആള്. പിന്നിൽ നിൽക്കുന്നവരെക്കാളൊക്കെ വറയുള്ള ആളാണ് മുന്നിൽ നിൽക്കേണ്ട ആള് എന്ന് വെച്ചാൽ മുന്നിൽ നിൽക്കാൻ അഹ്ലിയത്ത് അയാൾക്കാണുള്ളത്. അപ്പൊ ആ രൂപത്തില് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടിയാണ് മൗലിയന്മാര് ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സൂക്ഷ്മതയിൽ ജീവിക്കുന്നവരെ കൂട്ടത്തിൽ പെടാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു കോളേജുകളിലും ഒരു സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഈ ജാടകളൊന്നും പഠിപ്പിക്കണില്ല എന്നപ്പോ ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഒരു സലാത്ത് മജ്ലിസ് സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ കൂട്ടിയാണ്ട് സംഘടനാ കാര്യം പറയേണ്ടത്? എങ്ങനെയാണ് ഒരു മഹലിൽ ചെന്നാൽ നിങ്ങൾ ആ മഹലിനെ നമ്മളെ മഹലിലാക്കി മാറ്റേണ്ടത് എന്ന രൂപത്തിൽ നിന്നും നമ്മളെ കോളേജുകളിൽ നിന്ന് ഉസ്താദുമാർ അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കണില്ല. ജാമ്യനെ സംബന്ധിച്ചിടത്തോളം ജാമ്യന്ന് പഠിപ്പിക്കുന്നത് അവിടെ മുസ്ലിം ഓതി കൊടുക്കുകയാണെങ്കിൽ മുസ്ലിം ഓതി കൊടുക്കും, തുഹഫയാണ് ഓതിനെങ്കിൽ തുഹഫ ഓതി കൊടുക്കും, ബുഖാരി ആണെങ്കിൽ ബുഖാരി ഓതിക്കൊടുക്കും. ഓരോ കിതാബുകൾക്കും ഉസ്താദുമാര് ഹിഫ്ളാക്കിയിട്ടുള്ള മറ്റു ഷറഹുകളുടെയും ഹാഷിയകളുടെയും ഒക്കെ ഭാഗങ്ങൾ വിശദീകരിച്ചു കൊടുക്കും. എന്നല്ലാതെ ഈ കിതാബ് ഓതിക്കൊടുക്കേണ്ട സമയത്തോ അല്ലെങ്കിൽ വേറെ ഒരു സമയം കണ്ടെത്തിയിട്ടോ എങ്ങനെയൊക്കെയാണ് ഫിത്നകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അധ്യാപനം നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും നടത്തണില്ല. അത് ചില
കുതന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ് നമ്മുടെ ഒരു സ്ഥാപനത്തിലുമില്ല. ജാടകളും പഠിപ്പിക്കണില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട അഭിമന്യ ഗുരു കാളമ്പാടി ഉസ്താദ് നവ്വറല്ലാഹു തആല മർഖദഹു ആമീൻ, ജാമിയയുടെ പള്ളിയിൽ മുത്തവ്വലിലുള്ള വിദ്യാർത്ഥികളാണ് ഇമാമ് നിൽക്കുക. ചില ദർസിന്നൊക്കെ വന്ന കുട്ടികൾ കൂടുതൽ നേരം ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യുന്ന ഒരു കുട്ടിയോട് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറഞ്ഞതാണ്, മൂല്യരെ, നിങ്ങൾ പഠിച്ചതൊക്കെ പാടെ വേർക്കാനുള്ളതല്ല ഈ നിക്കാരം കഴിഞ്ഞിട്ടുള്ള സമയം. ഇവിടെ നിങ്ങളെ പിന്നാലെ ആൾക്കാരിരുന്നിട്ട് ആമീൻ പറയുന്നുണ്ട്, അപ്പൊ അതിനൊരു പരിധിയൊക്കെ വേണം എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയലുണ്ടായിരുന്നു. അപ്പൊ കുറെ ദീർഘനേരം ദുആ ചെയ്യാ, ദുആർക്കലല്ലേ, നല്ലതല്ലേ, അതിന് കുറ്റം പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാല് ലികുല്ലി ഷൈഇൻ ഹദ്ദുൻ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഓരോ സമയത്തിനും അനുയോജ്യമായ രീതിയിൽ അതൊക്കെ നിർവഹിക്കാവൂ. ജാമ്യയിലുള്ള ആ കുട്ടി അവിടെ ഇരുന്ന് കുറച്ച് കൂടുതൽ നേരം ദുആർന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ ഇരുന്ന് ദുആ ചെയ്ത് കാലാകാലം അവിടെ അല്ല ദുആർക്ക. ഇയാള് കോളേജിൽ നിന്ന് ഫാരിഗായാലും ഇനി ഒരു മഹല്ലത്തിൽ പോയിട്ട് ഇമാമ് നിൽക്കുകയും അതിനോട് ദുആർക്കുകയും ചെയ്യേണ്ട ആളാ. ഒരു മഹല്ലിൽ ജമാഅത്ത് നടത്തിയിട്ട് അവിടെ നിസ്കാരത്തിന്റെ ശേഷം ദുആർക്കുമ്പോ ഇങ്ങനെ നീണ്ട ദുആ ദുആർന്നാൽ അതിന് 10 ആളുകൾ ജമാഅത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-8 അഭിപ്രായമെങ്കിലും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് മൂല്യങ്ങൾ പഠിച്ചതൊക്കെ പാടെ ദുആർക്കാനുള്ള നേരല്ല നിസ്കാരത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അത് പഠിക്കണ കാലത്ത് ജാമിയന്റെ പള്ളിയിൽ നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ മാത്രമുള്ളതല്ല. ഈ കുട്ടിയുടെ ജീവിതത്തിലുടനീളം അയാൾ പാലിക്കപ്പെടാനുള്ള ഒരു അമലാണ്, ഒരു സ്വഭാവമാണ് ഈ ദുആ. അതിന് അതിന്റേതായ ചില ചിട്ടകളൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഈ നീട്ടിയിട്ടുള്ള ദുആ എല്ലായിടത്തേക്കും പറ്റൂല. അതുകൊണ്ട് അതിലൊക്കെ ഒരു മിതത്വം പാലിക്കണം എന്നാണ് ബഹുമാനപ്പെട്ടവർ അന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നത്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചു തന്നതായി നമുക്കൊക്കെ ഓർമ്മയുണ്ട്. എല്ലാം കൂടെ ഇവിടെ പറയേണ്ട കാര്യമില്ലപ്പോ. നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇതൊക്കെ ചൊല്ലുന്നതിന്റെ കൂടെ ചില കുട്ടികള്, ചില ഉസ്താദുമാര്, കുട്ടികൾ പറഞ്ഞാൽ ജാമിയയിൽ ഇപ്പൊ മുത്തവ്വലിന് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് വലിയ മൗലവിമാരാണ്. ഏതോ ഒരു കുട്ടി ഇലാഹന റബ്ബന സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ആ കുട്ടിനെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, മൗലവിയരെ, നമ്മളിപ്പോ ഇവിടെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തെളിവുണ്ടോ നോക്കിയോണ്ട് നടക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളെ വക ഇലാഹന റബ്ബന ഇതൊക്കെ എവിടുന്നേ കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പൊ ചില ആളുകൾ അവരുടെ വക പല രൂപത്തിലും ഉള്ള കടത്തിക്കൂട്ടലുകളൊക്കെ അദ്കാറിന്റെ കാര്യത്തിലൊക്കെ നിർവഹിക്കാറുണ്ട്. അത് മുഴുവനുമൊന്നും മോശമല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടേക്കും. അതുകൊണ്ട് അതൊന്നും ശീലമാക്കേണ്ടതില്ല. എന്താണ് ചൊല്ലേണ്ടത് എന്ന് ഹദീസുകളിൽ പഠിപ്പിച്ചത് ഫിഖ്ഹിന്റെ കിതാബുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാൽ ഒരു കുഴപ്പമില്ല. നീ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പലതും കടത്തിക്കൂട്ടുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. മദ്ഹബിന്റെ അയിമ്മത്ത് അവരുടെ ഒന്നുകിൽ അവരോ അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാരോ അസ്വഹാബോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു മുജ്തഹിദീങ്ങളും അല്ലാത്തവരും ആയ
പല ഇമാമിയങ്ങളും ആലിമീങ്ങളും മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെപ്പോലുള്ള മഹാന്മാരായ ഉലമാക്കള് കൃത്യമായി മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിലൊക്കെ ഇബാദത്തുകൾ ഏത് രൂപത്തിൽ നിർവഹിക്കണം, മനുഷ്യന്റെ ജീവിത രീതി എന്തൊക്കെ അവൻ പാലിക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ എന്നൊക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിക്കപ്പെട്ടിടത്ത് നിന്നു എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. മഹാന്മാര് പറഞ്ഞു തന്നത് പറഞ്ഞു, മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു തന്ന തഫ്സീർ ഇങ്ങനെയാണ്, ഇന്ന തഫ്സീറിലുള്ളത് എന്ന് പറഞ്ഞാണ്ട് അവിടെ നിന്നു. സത്യത്തിൽ നമ്മുടെ പല മഹാന്മാരായ ആലിമീങ്ങൾക്കും പലതരത്തിലുള്ള വിശദീകരണങ്ങളും നൽകാൻ കഴിവുള്ളവരുണ്ടായിരുന്നു. മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല സിർറുൽ അസീസ് തങ്ങളെപ്പോലുള്ള മഹാന്മാർ, അവർക്കൊക്കെ അവരുടേതായ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലും രേഖപ്പെടുത്താമായിരുന്നു. പക്ഷേ അവർ വിദ്യാർത്ഥികൾക്ക് ആലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് മഹാന്മാരായ അഇമ്മത്ത് എന്ന് പറഞ്ഞോ അവിടെ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ ചോദ്യം ചെയ്യപ്പെട്ടില്ല, തിരുത്തപ്പെടേണ്ട അവസ്ഥ ഉണ്ടായില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ഖുർആൻ വിശദീകരിക്കുമ്പോ തഫ്സീറിന്റെ ഉലമാക്കൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞെന്നത് പറഞ്ഞു. ഫിഖ് പറയുന്ന സമയത്ത് നേരിട്ട് ഹദീസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞില്ല, മറിച്ച് ആ ഹദീസിനെ, ആ ആയത്തിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഏത് രൂപത്തിൽ വിശദീകരിച്ചു എന്ന് നോക്കി അത് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായില്ല. നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ രൂപത്തിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആളുകൾക്ക് തർബിയത്ത് നൽകിയത് ഈ രൂപത്തിലാണ്. അതുകൊണ്ട് ഞാൻ വലിയ നീട്ടി വയറു പറയല്ല. ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ ഈമാനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്തുകൂടാ, ഇതര മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ കഴിയുന്നവർ എന്നുള്ള നിലക്ക് അവരുടെ എന്തെല്ലാം രീതികൾ നമുക്ക് ആവാം, എന്തെല്ലാം ആയിക്കൂടാ എന്നൊക്കെ കൃത്യമായി നമുക്ക് നമ്മുടെ പൂർവികർ പഠിപ്പിച്ചു തന്നു. അതൊക്കെ കൃത്യമായി തെളിവുള്ളതും ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 90% വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഇമ്മത്ത് വിശദീകരിച്ച് തന്നത് മതി, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ നമുക്കില്ല. അതാണ് നമ്മുടെ ഒരു ശീലം. ആ ശീലമാണെങ്കിലോ ഒരിക്കലും എതിർക്കപ്പെടാൻ പറ്റാത്തതും ആണ്, എതിർക്കപ്പെടാൻ സാധിക്കാത്തതുമാണ്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ അപ്പുറത്തുള്ളത് അന്വേഷിക്കുമ്പോൾ ഇമാമിയങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കുമ്പോൾ കിട്ടിയത് വളരെ പവിത്രമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പരിശുദ്ധമായ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും തന്നെയാണ് എന്ന് അതിന്റെ പിന്നാലെ പോകുമ്പോ സാധിക്കുന്നവർക്ക് കണ്ടെത്താൻ സാധിക്കും. അതിന് അർഹതയുള്ളവർക്ക് എല്ലാവർക്കും കണ്ടെത്താൻ സാധിച്ചോളണമെന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ അയിമ്മത്ത് പറഞ്ഞു തന്നിടത്ത് നിന്നു എന്നുള്ളതാണ് നമുക്കിടയിൽ, കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യവും ഭദ്രതയുമൊക്കെ ഉണ്ടാകാനുള്ള കാരണം. മറ്റു ഇതര സ്റ്റേറ്റുകളിലുള്ള മുസ്ലിങ്ങൾക്ക് ഇല്ലാതെ പോയതും അതുതന്നെയാണ്. അവരെ പലരും പല രൂപത്തിലാണ് പറഞ്ഞു പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക്
ആ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഇബാദത്തുകളുടെ കാര്യത്തിലായാലും മറ്റു ആറാകളുടെ കാര്യത്തിലായാലും ഇതര മതസ്ഥരോട് സ്വീകരിക്കേണ്ട സമീപനങ്ങളെക്കുറിച്ചായാലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ഏത് രീതിയിൽ കാണണം, വിലയിരുത്തണം, അതേതെല്ലാം നമുക്ക് ആകാം, ആയിക്കൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങളിലും നമുക്ക് കൃത്യമായി അയിമ്മത്ത് വിശദീകരണം തന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടെ കഴിയാൻ സാധിച്ചു. എന്നാൽ ഇതര സ്റ്റേറ്റുകളിലുള്ള മുസ്ലിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു നിർദ്ദേശം നൽകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ഒരു സംഘടന അവർക്കില്ലാതെ പോയി. അത് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്ന ആ സ്റ്റേറ്റുകളിലുള്ള പാവപ്പെട്ട മുസ്ലിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഈ സമസ്ത എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഉണ്ടാക്കി തരുന്നില്ല? ഈ SKSSF എന്തുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ വന്ന് പ്രവർത്തിക്കുന്നില്ല? ദാറുൽ ഹുദ പോലുള്ള ഒരു സ്ഥാപനം ഞങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ല? എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായി കേരളേതര സ്റ്റേറ്റുകളിലുള്ള മുസ്ലിങ്ങൾ നമ്മുടെ പല വേദികളിലും ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇടക്കാലത്ത് വച്ച് കേരള മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഈ ഐക്യത്തിന്റെ സ്വഭാവം തകർത്തെറിയാൻ വേണ്ടി ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ പലതരത്തിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞു. ബുദ്ധിമാന്മാരായ സൂക്ഷ്മാലുക്കളായ നമ്മുടെ പണ്ഡിത നേതൃത്വം അതിലൊന്നും പെടാതെ ഉമ്മത്തിനെ കാത്തുകൊണ്ടിരുന്നു. എത്രയൊക്കെ സൂക്ഷിച്ചാലും ചെറിയ രീതിയിലുള്ള വിടവുകളൊക്കെ നോക്കി അവിടങ്ങളിലൊക്കെ കയറിക്കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇബ്ലീസിന്റെ നിർദ്ദേശങ്ങൾ വിജയത്തിന് മുതൽക്കൂട്ടായി കാണുന്ന ഒരു വിഭാഗമെന്ന് പറഞ്ഞാൽ അവർ പല തരത്തിലുള്ള ആളുകളുണ്ട്. അവർ കാലാകാലങ്ങളിൽ ശ്രമിച്ചു. വളരെ ചെറിയ സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും അവർക്ക് അവരുടെ ഉദ്ദേശ്യം സാധിച്ചെടുക്കുന്നതിൽ ചെറിയ തരത്തിലുള്ള വിജയങ്ങളൊക്കെ വരിക്കാൻ സാധിക്കുകയും ചെയ്തു. തൽഫലമായി കേരള മുസ്ലിങ്ങൾക്കിടയിലും അവിടെവിടങ്ങളിലൊക്കെയായി ചില അഭിപ്രായ അനൈക്യം ഉടലെടുത്തു എന്നുള്ള വസ്തുത നമ്മൾ മറച്ചുവെക്കുന്നില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ 1920-കൾക്ക് ശേഷം കേരളത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ഭിന്ന സ്വരം ഉള്ള ആളുകൾ കേരള മുസ്ലിങ്ങൾക്കിടയിൽ പലതരത്തിലും പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയും നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി, കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിലായി കെട്ടടങ്ങിയെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ പത്തിമടക്കിപ്പോയി എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ചില ദുഷ്ടശക്തികൾ വീണ്ടും എവിടെ നിന്നോ ശക്തിയാർജിച്ചുകൊണ്ട് വീണ്ടും മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ, കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി ശക്തിയാർജിച്ച് രംഗത്തു വരുന്നു എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ്, ദുഃഖത്തോടുകൂടിയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ദുഷ്ടശക്തികളിൽ നിന്നും കേരള മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇത്രയും നേരം ഞാനിവിടെ പറഞ്ഞ എന്റെ ഒരു വാക്കുകൊണ്ടുപോലും ഞാൻ ഒരാളെയും ദ്രോഹിക്കുക എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിലേക്ക്, കാലികമായ ചില ദുഃഖകരമായ സംഭവങ്ങളിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ശ്രദ്ധ കൊണ്ടുപോകൽ മാത്രമാണ് അതിന്റെ അടിവേരുകളുടെ
ഇടങ്ങളെ നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചില സത്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശാവഹമല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. സന്തോഷകരമായ സംഭവവികാസങ്ങളല്ല ഏതാനും നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശ്യം എന്തായിരുന്നാലും ഇതൊന്നും ചെയ്യരുതാത്തതായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ ഒന്നിലധികം തെരഞ്ഞെടുപ്പുകളെ നേരിടാനിരിക്കുകയാണ് രാഷ്ട്രീയപരമായി. എന്നാൽ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ മുതലെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ അവരുടെ വില മനസ്സിലാക്കാതെ, നില മനസ്സിലാക്കാതെ പരസ്പരം കുഴപ്പത്തിലേക്ക് വലിച്ചിടപ്പെടുന്ന ഒരവസ്ഥ അതൊരിക്കലും ഒരു വിഭാഗത്തിനും ഗുണകരമായിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നുവോ എന്നുള്ളതാണ് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പല ആളുകളും ഉള്ളത് ഗൾഫുകളിലായിരിക്കും, ഗൾഫ് നാടുകളിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളൊക്കെ ഓരോ തവണ നാട്ടിൽ ചെന്ന് തിരിച്ചു പോരുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം 10-17 കൊല്ലം മുമ്പാണ് ഞാൻ എന്റെ പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അന്നൊക്കെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷകരമായ അനുഭവങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ മാത്രമല്ല, നാട്ടിൽ നമ്മൾ ഇറങ്ങി പുറത്തു ചെല്ലുമ്പോഴൊക്കെ മഹല്ലത്തിന്റെ ഭദ്രതയിലും സന്തോഷത്തിലും ഐക്യത്തിലുമൊക്കെ നമ്മൾ വളരെ സംതൃപ്തരായിരുന്നു. എന്നാൽ ഇന്ന് ആ അവസ്ഥക്ക് ഭംഗം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം. മിക്കവാറും മഹല്ലത്തുകളിലൊക്കെ ഏതെങ്കിലും ഒരു ക്ഷുദ്രശക്തി അവിടെ തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്ക് പറയാനുള്ളത് ആ ശക്തികളെ വളരാൻ അനുവദിച്ചുകൂടാ. കാരണം അവരൊന്നും ഉമ്മത്തിന്റെ ഗുണം കാക്ഷിക്കുന്നവരല്ല. അവരൊക്കെ ലക്ഷ്യമാക്കുന്നത് അവരുടെ തന്നെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടണം എന്നുള്ളതാണ്. അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അല്ലാതെ മഹല്ലത്തിന്റെ ഐക്യത്തോടുകൂടെയുള്ള ഭദ്രമായ മുന്നേറ്റത്തെ അല്ല അവരൊന്നും ലക്ഷീകരിക്കുന്നത്. അത് അവർ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടണം, അതിന് ബാക്കിയുള്ളവരെന്തായാലും വേണ്ടില്ല. പലപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടാൻ എന്തും ഞങ്ങൾ ചെയ്യും, മകനാണ്ട് മരിച്ചിട്ടായാലും വേണ്ടില്ല, മരുമോളെ കണ്ണീര് കാണണം എന്നുള്ള ലക്ഷ്യമാണ് ഇത്തരക്കാർക്കൊക്കെ ഉള്ളത്. അത് ഏത് വിഭാഗക്കാരായാലും എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അപ്പൊ അവരൊന്നും ഒരിക്കലും സമൂഹത്തിന്റെ, ഉമ്മത്തിന്റെ, മഹല്ലത്തിന്റെ ഗുണം കാക്ഷിക്കുന്നവരല്ല. ഒരിക്കലും അവരുടെ ഒന്നും വാക്കുകളിൽ നമ്മളൊന്നും വഞ്ചിതരാകരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ രക്ഷിതാക്കളാണ് മഹല്ലത്തിന് നേതൃത്വം നൽകുന്നതെങ്കിൽ നമ്മളിലൂടെ അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടതെന്താണോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ഇനിയും അവസ്ഥ വളരെ വഷളായിക്കൊണ്ടിരിക്കുമെന്നുള്ള കാര്യം നമ്മളൊക്കെ മനസ്സിലാക്കണം.
ക്ലാസ് റൂമിന്റെ നേതൃത്വത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല. വ്യക്തിപരമായി നമ്മളൊക്കെ നാടുമായി ബന്ധപ്പെടുമ്പോ, നാട്ടിലേക്ക് ചെല്ലുമ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിന് കീഴിൽ തന്നെ നമ്മുടെയൊക്കെ മഹല്ലത്തുകളെ കൃത്യമായി നിലനിർത്താൻ, സമാധാനപരമായി മഹല്ല് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയാണോ ചെയ്യാൻ സാധിക്കുക എങ്കിൽ അതൊക്കെ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് പറയാൻ കാരണം, പ്രശ്നങ്ങൾ എപ്പോഴും കൂടുതൽ വേഗത്തിലെത്തുന്നത് നമ്മുടെ മുമ്പിലാണ്. ഒരു മഹല്ലിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ മഹല്ലിലുള്ള ആളുകൾ അത് അറിയുന്നതിന്റെ മുമ്പേ അത് അറിയാനും അത് വിശകലനം ചെയ്യാനും ബന്ധപ്പെടേണ്ടടുത്ത് ബന്ധപ്പെടാനും ഒക്കെ കൂടുതൽ എളുപ്പത്തിൽ സാധ്യമാകുന്ന വിഭാഗം ഇത്തരത്തിലുള്ള മീഡിയകൾ കൈകാര്യം ചെയ്യുന്ന, മീഡിയകളെ കേൾക്കുന്ന, മീഡിയകളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കാണ് എന്നുള്ളത് തന്നെയാണ് കാരണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പലതും നാട്ടിലുള്ള ആളുകൾക്ക് ചെയ്യാൻ സാധിക്കില്ല. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ നമ്മൾ നേടിയെടുത്ത, ക്ലാസ് റൂം കൊണ്ട് നേടിയെടുത്ത വിജയം എന്ന് പറയുന്നത് നിർവചിക്കാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്താണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുക. വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ഈ ചെറിയ സംരംഭം കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സംഘടനാപരമായി എന്ന് പറഞ്ഞാൽ ദീനീപരമായി, കേവല സംഘടനാ താൽപര്യങ്ങളല്ല, ഉമ്മത്തിന്റെ ലക്ഷ്യം ലാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മുടെ ഈ ക്ലാസ് റൂം എന്ന സംരംഭം കൊണ്ട് ഒരുപാട് വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതിന്റെ അണിയറ ശില്പികൾക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അതിനുവേണ്ടി മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച മഹാരഥന്മാരായ നമ്മുടെ ഉസ്താദുമാർ, നമുക്ക് നേതൃത്വം നൽകുന്ന മറ്റു അഡ്മിൻ സുഹൃത്തുക്കൾ എല്ലാവരും അതിന്റെ പ്രതിഫലത്തിൽ പങ്കാളികളാണ്. അല്ലാഹു ഇഖ്ലാസുള്ള പ്രവർത്തനമായി നമ്മൾ അത് സ്വീകരിക്കട്ടെ. ഒരു മഹല്ലിന്റെ ഭദ്രത എന്ന് പറയുന്നതാണ് ആ മഹല്ലിൽ താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ഇസ്സത്ത്. മഹല്ലിൽ എന്ന് ഛിദ്രതയുണ്ടാകുന്നോ അവിടെയുള്ള മുസ്ലിങ്ങൾ ദില്ലത്തിലായി പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്ക് വലിയ ഇസ്സത്ത് തന്നിട്ടുണ്ട്. എല്ലാ നിലക്കും ഇസ്സത്തുള്ളവരാണ് നമ്മൾ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഐക്യം തന്നെയാണ്, ഒത്തൊരുമ തന്നെയാണ്. രാഷ്ട്രീയപരമായി ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നിട്ടും ദീനീപരമായി ഒരേ രീതിയിൽ ഒരേ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടു പോകാൻ നമുക്കൊക്കെ സാധിച്ചിരുന്നു. അതുകൊണ്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വിഷമമുണ്ടായിട്ടില്ല. മറ്റു ഇതര മുസ്ലിങ്ങളുടെ പോലും പല പരിപാടികളിലും പങ്കെടുക്കുന്നതിന് തടസ്സമുണ്ടായിട്ടില്ല. എന്നാൽ അവരുടെ മതാചാരങ്ങളൊന്നും നമുക്ക് ആചരിക്കേണ്ട ഗതികേടും വന്നിട്ടില്ല. വളരെ സ്നേഹത്തോടുകൂടി തന്നെ, ഒത്തൊരുമയോടുകൂടി തന്നെ മുസ്ലിമായി ജീവിച്ചു. അമുസ്ലിങ്ങൾ ആ രീതിയിലും സന്തോഷത്തോടുകൂടി തന്നെ ജീവിച്ചു. അതിലൊന്നും മതപരമായ ഒരു ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ ഒന്നും പരസ്പരം പങ്കാളികളായിക്കൊണ്ടല്ല. എന്നാൽ വളരെ സ്നേഹത്തോടുകൂടി തന്നെ എല്ലാവരും സന്തോഷത്തോടുകൂടി തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്തു. ആ ഒരു അവസ്ഥാവിശേഷം തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അത് തകർക്കാൻ പലതരത്തിലുള്ള ശക്തികളും പലപ്പോഴായി പലയിടങ്ങളിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരെയും തിരിച്ചറിയേണ്ട വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. തിരിച്ചറിഞ്ഞ് അത് ബന്ധപ്പെട്ടവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തവും നമ്മുടേത് തന്നെയാണ്. സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഫിത്നകളാണ് പലപ്പോഴും കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഫിത്നയെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ശക്തി വന്നുകൊണ്ട് അവരെത്ര വൻശക്തികളായാലും നിങ്ങളെ അവർ അടിച്ചൊതുക്കുകയില്ല, അടിച്ചമർത്തുകയില്ല. അതെനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ പരസ്പരം തല്ലുന്നതിനെ നിങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഉള്ളിൽ നിന്നുള്ള ഛിദ്രതയെയാണ് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു സഹോദരന്മാരിൽ നിന്നും അവരിൽ നിന്നുള്ള ചെറിയ ഒരു മൈക്രോസ്കോപ്പിക് ന്യൂനപക്ഷത്തിന്റെ വർഗീയമായ കാഴ്ചപ്പാട് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങളുണ്ടാക്കാറുണ്ട്. പക്ഷേ അതിന് തടയിടാൻ നമ്മളെക്കാൾ മുൻപന്തിയിൽ അതേ സമുദായത്തിൽപ്പെട്ട ഭൂരിപക്ഷം വരുന്ന ആളുകളും നമുക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള വളരെ സമാധാനപരമായ സന്തോഷകരമായ ഒരവസ്ഥ ഇപ്പോഴും നമുക്ക് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ചെറിയൊരു വിഭാഗം തീവ്രമായ മനോഭാവത്തോടുകൂടി മുസ്ലിങ്ങൾക്കെതിരെ പലതും ചെയ്യണം എന്നുള്ള പ്രകോപനപരമായ നീക്കങ്ങൾ നടത്തുമ്പോൾ അതിന് തടയിടാൻ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്നത് അതേ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ള വരുന്ന ഭൂരിപക്ഷമാണ് എന്നുള്ളത് ചില്ലറ കാര്യമല്ല. എന്നാൽ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഭൂരിപക്ഷം വരുന്ന കേരള മുസ്ലിങ്ങൾക്കിടയിൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം അവർ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അത് കണ്ടെത്താനും അതിന് തടയിടാനും സാധിച്ചില്ലെങ്കിൽ നാം വരുന്ന ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളത് നമ്മളൊക്കെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. സമുദായത്തിന്റെ ഉള്ളിലെ ഛിദ്രശക്തികൾ പലതരത്തിലുള്ള വിഭാഗക്കാരുണ്ട്. അതിൽ തീവ്രത പറയുന്ന ആളുകളുണ്ട്. സമുദായത്തിന്റെ നേതൃത്വം ഇപ്പോഴും താരാട്ടുപാടി സമുദായത്തെ ഉറക്കുകയാണ്. സമുദായത്തിന്റെ കായിക ശക്തി പുറത്തു കൊണ്ടുവരാൻ അവരനുവദിക്കുന്നില്ല എന്നൊക്കെ വേവലാതിപ്പെടുന്ന വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവർ സമൂഹത്തിലെ ഏറ്റവും വലിയ ഛിദ്രശക്തികളാണ് എന്നത് നമ്മൾ തിരിച്ചറിയുക. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കനുസരിച്ചാണ് കേരളത്തിലെ 99% വരുന്ന മുസ്ലിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ ഒന്നുകൂടെ പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ അവതരിപ്പിച്ചാൽ തങ്ങൾക്കായിരിക്കും കൂടുതൽ ആധിപത്യം ലഭിക്കുക എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗവും നമുക്കിടയിലുണ്ട്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമുദായത്തിലെ ഏതൊക്കെ വിഭാഗങ്ങൾ ഒരു മഹല്ലത്തിലുണ്ടായാലും ഈ വിഭാഗത്തെ അടുപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. സമുദായത്തിലെ ഏതൊക്കെ അവാന്തര വിഭാഗങ്ങൾ ഒരു മഹല്ലത്തിലുണ്ടായാലും ഈ വിഭാഗത്തെ മഹല്ലത്തിന്റെ യാതൊരു തരത്തിലുള്ള സാരഥ്യത്തിലേക്കും അടുപ്പിക്കാൻ പാടില്ല. അവരൊന്നും അത് വെറുതെ പറഞ്ഞതല്ല. അവർക്കൊക്കെ ഈ വിഭാഗത്തെ കൃത്യമായി അറിയുന്നത് കൊണ്ട് പറഞ്ഞതാ. നമ്മളെക്കാരൊക്കെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയവരാണ് അവർ. എന്തിനാണ് ഇവർ ഈ പാർട്ടി ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാ. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി പോയിട്ട് 10-ലേറെ കൊല്ലായല്ലോ. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടുതൽ അനുഭവിച്ചവര് അവരെക്കാൾ കൂടുതൽ നമ്മളല്ലേ. അവരനുഭവിച്ചതിനേക്കാൾ 10 കൊല്ലം കൂടുതൽ ഇവരുടെ ഷെർ അനുഭവിക്കാൻ
ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായവരാണ് നമ്മൾ. പക്ഷേ നമ്മൾ കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ ദൂഷ്യവശങ്ങൾ കണ്ടെത്തി നേരത്തെ മുൻകൂട്ടി നമുക്കവർ ബോധിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ മനസ്സിലാക്കി തന്ന മഹാനായ ശംസുൽ ഉലമാ ഈ ഖദ്ദസുല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ വിശദീകരിച്ചു തന്നതുപോലെ ഇവരൊക്കെ എത്ര വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നതായി നമുക്ക് ബോധ്യപ്പെട്ടാൽ പോലും അതൊക്കെ കേവലം മാജിക്കുകളാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കുണ്ടാകണം. കാരണം കറാമത്തൊക്കെ ഉണ്ടാകുക അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നാണ്. അള്ളാഹുവിനെ അങ്ങോട്ടും അള്ളാഹു ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നവരിൽ നിന്നാണ് കറാമത്തുകൾ ഉണ്ടാകുക. പിന്നെ ചില അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സാധാരണഗതിയിൽ മാജിക് എന്നാണ് പറയാ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വഞ്ചിതരായി പോകരുത് എന്ന് ഇന്നിപ്പോ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടാണ് ഞാൻ. ഒരു ക്ലിപ്പാണ്, നേരിട്ടല്ല. അത് ഞാൻ മുഴുവൻ ഇവിടെ പറയണില്ല, കാരണം അതിന്റെ പകുതി ആൾക്കാര് അതിന്റെ പ്രധാനപ്പെട്ട അതിലെ അംഗമെന്ന് പറയുന്നത് മരിച്ചുപോയ ആളാ, അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഒരു പാട്ട് പാടുന്ന കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. നിങ്ങളിൽ പല ആളുകളും ചിലപ്പോൾ ആ ക്ലിപ്പ് കേട്ട് കാണും. പാട്ട് പാടുന്ന ഒരു കുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുക. റസൂലുള്ളാഹിനെ നേരിട്ട് കാണല്ല, വേറൊരാള് സ്വപ്നം കാണിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹിച്ച ഈ കുട്ടിയോട് സ്വപ്നത്തിൽ വന്നിട്ടൊരാൾ പറയാണ്, എനിക്ക് റസൂലുള്ളാഹിനെ സ്വപ്നം കാണണ്ടേ? അപ്പൊ ഈ കുട്ടി പറയാ, പിന്നെ കാണാതെ ഞാൻ അതിലല്ലേ ഈ കളിയൊക്കെ കളിച്ചുകൊണ്ട് നടക്കണത്. എന്നാ അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് അയാള് സ്വർഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്വർഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ കുട്ടിയെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു കൊടുത്തു. അതൊരു സയ്യിദാണ്, കർണാടകയിലുള്ള ഒരു സയ്യിദ്. എന്നിട്ട് ഈ കുട്ടി എന്നോട് ഈ സംഭവം വിശദീകരിച്ചപ്പോ ഞാൻ ആ സയ്യിദ് ആരാണെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് പറയുകയാണ്, അത് മഹാനായ ഫുലാനുൽ ഉലമയാണ്. ഇങ്ങനെ ആളുകളെ ഉമ്മത്തിനെ കൊട്ടയിലാക്കുന്ന വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വിഭാഗങ്ങൾ ഇങ്ങനെ സമൂഹത്തിലുള്ള മതിപ്പും ആദരവും ഒക്കെ നഷ്ടപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരു തരം എന്താപ്പവരെ കുറിച്ച് പറയാ. അപ്പൊ ആ രൂപത്തിലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്ന ഒരു വിഭാഗം. നിങ്ങൾ നോക്കൂ, ഈ എല്ലാ തരത്തിലുള്ള നാടകങ്ങളും കളിക്കുന്ന ആളുകൾ ഈ പറയപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കും. ഇബാദത്ത് കൊണ്ട് നാടകം കളിക്കുന്ന, ഇബാദത്ത് കൊണ്ട് ജാട കളിക്കുന്ന ആളുകളൊക്കെ അവരുടെ കൂട്ടത്തിലാണ്. അത് പ്രസംഗത്തിലായാലും ശരി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദുആയിലായാലും ശരി, നിസ്കാരത്തിലായാലും ശരി, ഇബാദത്ത് കൊണ്ട് ജാട കളിക്കുന്നവർ മുഴുവനും അതില. അതുകൊണ്ട് അവരെ തിരിച്ചറിയാനുള്ള വലിയ ഒരു കണ്ണുനീര് വരിക എന്നുള്ളത് അയാള് ആത്മാർത്ഥതയോടുകൂടിയാണ് കാര്യം പറയണത് എന്നുള്ളതിന്റെ അടയാളമൊന്നുമല്ല. കണ്ണുനീര് പലതുകൊണ്ടും വരും. കേരളത്തിലെ ഒരു പ്രമുഖ പ്രഭാഷകൻ പലപ്പോഴും കരയാറുണ്ടായിരുന്നത് കയ്യിൽ ഉള്ളി പിടിച്ചിട്ടാണ് എന്ന് പിന്നീട് അറിയാൻ സാധിച്ചു. ഇതൊക്കെ സീരിയലിലേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഞാൻ വെറുതെ പറയണല്ല. സീരിയലിൽ അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ കരച്ചിൽ വരാൻ വേണ്ടി അങ്ങനെ പല പൊടിക്കൈകളും ഉപയോഗിക്കാറുണ്ട്. എന്നാ ഒരു മതപ്രഭാഷകൻ അങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞാല് ആരെ കാണിക്കാനാണ് ഈ കരച്ചില്? അതുകൊണ്ട് അത്തരത്തിലുള്ള ജാടകളൊക്കെ കളിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് നമ്മൾ കരുതിയിരിക്കണം. അവരുടെ ഒന്നും ലക്ഷ്യം ഉമ്മത്തിന്റെ നന്മയോ പരലോകത്തെ പ്രതിഫലമോ ഒന്നുമല്ല. ആളുകൾക്കിടയിൽ ആളാവുക എന്നുള്ള
എന്നിട്ട് അവരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാകുന്നു ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അവരുടെയൊക്കെ ഷെറിനെ തൊട്ട് ഫിത്നയെ തൊട്ട് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഞാൻ നീട്ടിപ്പറയുന്നില്ല, ഒരുപാട് സമയമെടുത്തതിൽ എന്നോട് ക്ഷമിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിവാദങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഒന്നിനു പിന്നിൽ ഒന്നായിക്കൊണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾക്കെതിരെയും കീഴ്ഘടകങ്ങൾക്കെതിരെയും ഒക്കെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വിഭാഗം. ഇന്ന് എവിടെയോ കാണാൻ സാധിച്ചു ഒരു പോസ്റ്റർ, സമസ്തയുടെ യുവജന വിഭാഗം നിലവിളക്ക് കത്തിക്കുന്നതിന് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. സമസ്തയുടെ യുവജന വിഭാഗമാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആദ്യമായി വിശാലമായൊരു ലേഖനം എഴുതിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യരായ പ്രസിഡന്റ്, ബഹുമാന്യരായ ജനറൽ സെക്രട്ടറി എന്നിവർ സംയുക്തമായിട്ടാണ് നിലവിളക്ക് കൊളുത്തുന്നതിന് എതിരായിട്ട് പ്രസ്താവന ഇറക്കി രംഗത്ത് വന്നത്. ധൈര്യപൂർവ്വം അത് പറയാൻ സാധിച്ച വിഭാഗമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഘടകങ്ങളും. ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതുകൊണ്ട് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അമിതമായി അത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ട് ശത്രുക്കൾക്ക് മുതലെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കരുത് എന്നുവരെ പറയുകയുണ്ടായി. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അതിന്റേതായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ളതാണ്, സ്വന്തം സമസ്ത എടുക്കുന്ന തീരുമാനമല്ല. പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനമാണ് സമസ്ത പറയാറുള്ളത്. ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടല്ല. അങ്ങനെ ആരും അതിനെ വ്യാഖ്യാനിക്കുകയും ഇല്ല. അതുകൊണ്ട് കുപ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത് കൊണ്ടും അവരാരും വിചാരിക്കുന്നത് സമൂഹത്തിന്റെ നന്മയല്ല എന്നുള്ളത് വളരെയേറെ സുവ്യക്തമായ കാര്യമാണ്. അവരൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ നാശമാണ് എന്നതിൽ തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയിൽ കൂടുതൽ സൗകര്യങ്ങളും അധികാരങ്ങളും ഒക്കെ നൽകും. അന്ന് നിങ്ങൾ പാരത്രിക ലോകത്ത് പുണ്യം കിട്ടേണ്ട ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ ദുന്യവിയായ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിച്ചാൽ അവന് അല്ലാഹുവിങ്കൽ യാതൊരു നസീബും ഉണ്ടായിരിക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഫമൻ അമില മിൻകും അമലൽ ആഖിറതി ലിദുന്യാഹു, ആഖിറത്തിൽ കൂലി കിട്ടേണ്ട ഒരു കാര്യത്തെ ദുന്യവിയായ താൽപര്യത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചാൽ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു നസീബും ഉണ്ടായിരിക്കുകയില്ല. എന്ന് യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു.
നമ്മുടെ മഹാരഥന്മാരായ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉലമാ ഉൽ ആഖിറത്തിന്റെ എല്ലാ ഔസാഫുകളും ഉള്ളവരായി നമുക്കവരെ കാണാൻ സാധിക്കും. ആഖിറത്തിൽ കൂലി കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പഠിപ്പിച്ച കാര്യം കൊണ്ട് ആ കാര്യത്തെ ദുന്യവിയായ നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കുക, അത് ഓരോന്നും വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. അവർ ആഖിറത്തിന്റെ ഉലമാക്കളല്ല, അത് ഉലമാ ഉദ്ദുന്യയുടെ ഔസാഫുകളിൽ പെട്ടതായിട്ട് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ളവർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വരുന്ന പുതിയ പുതിയ വിഷയങ്ങളിലൊക്കെ അതിന്റേതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതുപോലെ പ്രമാണങ്ങൾക്കനുസരിച്ചുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഭിപ്രായങ്ങളുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്യും. ഏതെങ്കിലും തരത്തിൽ കാണുന്ന പോസ്റ്ററുകളിലോ ഓഡിയോ വീഡിയോ ക്ലിപ്പുകളിലോ ഒന്നും ആരും വഞ്ചിതരായി പോകരുത്. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നതുവരെ അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുകൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഓരോരുത്തരുടെ പേരിൽ ഓരോ അഭിപ്രായങ്ങള് പല രീതിയിൽ പല ആളുകളും അവന്റെ ഇച്ഛക്കനുസരിച്ച് ഇംഗിതത്തിനനുസരിച്ച് വളച്ചൊടിച്ചുകൊണ്ട് മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നത് സർവ്വസാധാരണമാണ്. അത് ഏത് തരത്തിലുള്ള ഏത് വിഷയസംബന്ധിയാണെങ്കിലും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പ്രതികരിക്കാനോ അതിനെ മറ്റുള്ളവർക്ക് അയച്ചുകൊടുക്കാനോ പാടുള്ളൂ എന്നുള്ള വിഷയം നമ്മളൊക്കെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ പിന്നീട് അതിന്റെ കുറ്റം നാം ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ നാം തീരാത്ത ഖേദത്തിൽ അകപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളുടെ വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുള്ളൂ. അതിന്റെ ഉറവിടം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ, സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറ്റും പാടുള്ളൂ എന്നുള്ള വസ്തുത കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കുക. ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ നാം കൂടുതൽ ജാഗരൂകരായി പ്രവർത്തിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തുള്ള ആളുകൾക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എളിയ ഖിദ്മത്തിനെ അവന്റെ ദീനിനുള്ള സേവനമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദീനിന്റെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് പരലോകത്ത് പുണ്യം കിട്ടുക എന്ന ഉദ്ദേശ്യത്തോടുകൂടി നല്ല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ ക്ലാസ് റൂമിന്റെ സാരഥികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദുമാർക്ക്, സയ്യിദന്മാർക്ക്, നേതാക്കന്മാർക്ക് നമുക്ക് നല്ല രീതിയിൽ നേതൃത്വം നൽകാനുള്ള എല്ലാവിധത്തിലുള്ള തൗഫീഖും അനുഗ്രഹവും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കുമാറാകട്ടെ. അവർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ പ്രചരിപ്പിക്കുന്നതിലും അത് ജീവിതവൽക്കരിക്കുന്നതിലും അതുവഴി വിജയം വരിക്കുന്നവരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ, നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റുള്ളവർ മൈക്കിലേക്ക് വരിക. ഞാനിവിടെ താഴെ തന്നെ ഉണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദ് ഉസ്താദ് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി ഉസ്താദ് താഴെയുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ രണ്ട് വീക്ഷണം ആവാം. ഒന്ന് ഉസ്താദ് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ചോദ്യക്കാർക്കൊക്കെ വരാം, സംശയമുള്ളവർക്കൊക്കെ വരാം. കഴിയുന്ന മറുപടികളൊക്കെ കിട്ടും. ആർക്കെങ്കിലൊക്കെ വല്ല ചോദ്യം ചോദിക്കാണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞ കാര്യത്തിൽ യോജിപ്പില്ലാത്തവരോ മറ്റു വിഷയങ്ങളൊക്കെ ചോദിക്കാനുള്ളവർക്ക് മൈക്കിൽ വരാവുന്നതാണ്. അധികം സമയമില്ല. 11:45 കുവൈത്തിലും 11:45 ഉസ്താദിനും പോവേണ്ടി വരും. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉപയോഗപ്പെടുത്താം. ആരില്ലേ? എല്ലാവർക്കും സംശയമൊക്കെ റേഡിയോ വഴിക്ക് പോയ ശേഷം ഒരു റേഡിയോ തന്നെ 500-ലേറെ ആളുകൾ, മറ്റു റേഡിയോയിൽ മറ്റു വഴിയും അങ്ങനെ ഏകദേശം 1000-ഓളം ആളുകൾ ഇപ്പൊ റേഡിയോ നമ്മൾ ഇവിടുന്ന് പറഞ്ഞ ഓരോ വാക്കുകളും റേഡിയോന്റെ ഐഡിയ ആണ്. ആളുകൾ അതിലേറെ ഉണ്ടാവും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അവരാണ് നമ്മുടെ ശക്തി. അവർക്ക് ചോദിക്കാനുള്ള അവസരവും ഇല്ല. ഇപ്പൊ ക്ലാസ് റൂമിൽ ആരെങ്കിലൊക്കെ ഉണ്ടാ? ഇനി നമ്മളാൾക്കാർക്കും ചോദിക്കാം. മറ്റു പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടെങ്കിൽ അവർക്കും ചോദിക്കാം. ഒക്കെ ഈ അവസരം. ഏതായാലും റഫീഖ് പറമ്പിലും കുട്ടി നൂറ്റുന്നു 2 ഐഡിയ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു. ഉസ്താദോടല്ലേ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്താ മൈക്ക് എടുക്കാത്ത? റഫീഖ് പറമ്പിലോടല്ലേ? നിങ്ങൾ കൈ പൊക്കി ക്യൂ നിന്നിരുന്നു. അതുപോലെ കുട്ടിയും മൈക്ക് കിട്ടാഞ്ഞിട്ടാണോ മൈക്ക് എടുക്കാഞ്ഞിട്ടാണോ അതോ? റഫീഖ് പറമ്പിൽ ഞാൻ പറഞ്ഞ കേൾക്കണ്ട? ഒരു എസ് അടിച്ചാണെന്നുണ്ടെങ്കിൽ റഫീഖ് പറമ്പില്. ഓക്കെ. നിങ്ങൾ മൈക്ക് എടുക്കേ. ലോക്ക് ഓൺ മൈക്കിൽ ക്ലിക്ക് ചെയ്യാം. എന്താ അറിയാത്ത ആളാണെങ്കിലോ പറഞ്ഞു എന്നുള്ളൂ. റഫീഖ് സാഹിബ് എന്താ മൈക്ക് കിട്ടണില്ലേ? റഫീഖ് സാഹിബിന് എന്താ മൈക്ക് കിട്ടാത്ത പ്രശ്നം ഉണ്ടോ? ഹലോ, ആയിക്കോട്ടെ, ഒരു പണി തരാം. നിങ്ങൾക്ക് വേണ്ടി നമ്മളെ ക്ലാസ് റൂമിൽ അങ്ങനെയുള്ള കൊടുക്കല്. ഇനി നിങ്ങൾക്ക് മാത്രം ഞാൻ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുക. വേറെ ആർക്കും ഇനി ഇപ്പൊ ആക്ഷൻ ബൈക്കൊന്നും ആക്കിയേക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾ എടുക്കുക. അപ്പൊ ഞങ്ങളെ കുഴപ്പമില്ല, ഇവിടുത്തെ മറ്റുള്ളവരും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഒരു ബൗൺസ് സീറ്റ് അൺബൗൺസ് സീറ്റ് നിങ്ങളത് പുറത്ത് പോയിട്ട് വരിക. കേൾക്കണ്ടല്ലോ? നിങ്ങൾ പുറത്ത് പോയാൽ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു വരിക. ഓക്കെ, കേൾക്കണില്ലേ? നിങ്ങളിപ്പോ ഒന്ന് പുറത്താവും, ഉടൻ തിരിച്ചു വരും. അല്ല, മൈക്ക് കിട്ടാഞ്ഞാലിപ്പം നമ്മളതിനുള്ള പണിയെടുക്കണല്ലോ. കേരള ഇസ്ലാമിക് ക്ലാസ് മുതൽ ഒരാൾക്ക് അവസരം കിട്ടില്ല എന്ന് പറഞ്ഞാല് അത് സാങ്കേതിക തടസ്സമാണെങ്കിൽ ഇനി കൈവക്കി ഇനി ഒന്നും കൂടി ഓൾഡ് ഓർഡർ തരാം. അത്രയും നമ്മളൊരാൾക്ക് പരിഗണന കൊടുക്കേണ്ട ഇവിടെ. ഓക്കെ,
ഇനി ലോക്ക് ഓൺ മൈക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. മണിക്കെടുക്കാൻ അറിയുന്നു വിചാരിക്കുന്നു. എന്തോ അല്ലാഹു ആലം. ഏതായാലും ഇപ്പൊ നിങ്ങൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോ ഇനി ടെക്നിക്കലായിട്ട് ചെയ്തതല്ല. ഇനി പഠിച്ചവനറിയാം നിങ്ങളെ മൈക്കിനാണോ എവിടെ പ്രശ്നം എന്നുള്ളത്. അല്ലെങ്കിൽ യോഗല്ല. അതാണ് മറ്റേ അബ്ദുൽ കരീം സാഹിബ് പറഞ്ഞ പോലെ മൈക്ക് എടുക്കാനുള്ള യോഗല്ല. നിങ്ങളെ ചോദ്യം ടെക്സ്റ്റ് അടിക്കാൻ പറ്റുമോ? നിങ്ങളെ ചോദ്യം ടെക്സ്റ്റ് അടിക്കാൻ പറ്റുമോ? അവിടെ ടൈപ്പിക്കോളി എന്നല്ല പബ്ലിക്കിൽ നിങ്ങൾ എസ് അടിച്ച സ്ഥലത്ത് ടൈപ്പിക്കോളി. അപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം നമ്മൾ എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കൂല. നീതി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് റൂം. ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം യുഎഇയിലെ ഇശാ നിസ്കാരത്തിന് ശേഷം ബഹുമാനപ്പെട്ട സൽമാൻ അസ്ഹരി ഉസ്താദിന്റെ ഖുർആൻ ക്ലാസ് ദുബായിൽ സുന്നി സെന്റർ നടക്കുന്ന പരിപാടി ഇൻഷാ അല്ലാഹ് അതിന്റെ ലൈവ് നമ്മുടെ ക്ലാസ് റൂമിലുണ്ടായിരിക്കും. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട നാട്ടിൽ നിന്ന് ലൈവുകളൊക്കെ. അതുപോലെ വെള്ളിയാഴ്ച വൈകുന്നേരം മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ഇന്ത്യൻ സമയം 7 മണിക്ക് തബ്ലീഗ് ജമാഅത്തിന്റെ തട്ടിപ്പുകൾ തുറന്നടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി കൊടിഞ്ഞിയിൽ പ്രഭാഷണം നടത്തുന്നു. അതിന്റെ വിശദീകരണവും അതുപോലെ മുഖാമുഖവും ഉണ്ടായിരിക്കും കൊടിഞ്ഞിയിൽ വെച്ച്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലൈവ് നമ്മുടെ ക്ലാസ് റൂമിലുണ്ടാവും. റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ചോദ്യം സംശയത്തിന് ഉസ്താദ് പറഞ്ഞല്ലോ, അതോടെ ഉസ്താദ് വിശദീകരിച്ച് കഴിഞ്ഞു. നിങ്ങളിപ്പോ അടിച്ച ചോദ്യത്തിന്റെ ഉത്തരം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അടിച്ച് ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഉസ്താദിനോടുള്ള ചോദ്യമായതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. ഉസ്താദ് മൈക്കിൽ വരുന്നു പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിലവിളക്കിനെ കുറിച്ച് SYS നേതാക്കൾ പറഞ്ഞു എന്നത് സത്യാവസ്ഥ എന്താണെന്നാണ് അദ്ദേഹം എഴുതിയത്. അമീർ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയകളിൽ വരുന്ന ഒട്ടുമിക്ക വാർത്തകളും അവിശ്വസനീയമാണ് എന്ന് പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് ഈ നിലവിളക്കുമായി ബന്ധപ്പെട്ട SYSനെ ചേർത്തി പറഞ്ഞ വാർത്തയെ സംബന്ധിച്ച് മാത്രമല്ല, സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിലേറെ ദോഷങ്ങളും അതുകൊണ്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിലേറെ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ദോഷങ്ങൾക്കാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ആ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളൊക്കെ ഫിത്നക്കും ഫസാദിനും മാത്രം അതിനെ ഉപയോഗിക്കുന്ന വലിയൊരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൂടെ ഇത്രയും വലിയ ഫിത്നകൾ പ്രചരിപ്പിക്കാൻ അതിനെ ഉപയോഗിച്ച വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ, ആരാണ്? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഞാൻ പറയാതെ നിങ്ങളൊന്ന് പറഞ്ഞാണ്. സോഷ്യൽ മീഡിയകൾ ഫിത്നക്ക് വേണ്ടി ഉപയോഗിച്ച കേരളത്തിലെ ഏറ്റവും വലിയ വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ എന്താ മറുപടി പറയാനുള്ളത്?
ഇത് പണ്ട് ഏതോ ഒരാൾ പ്രസംഗിച്ചു, ഇസ്തിഹാസക്കെതിരായി 500-ലേറെ ഹദീസുണ്ട്. അയാൾക്ക് പൂജ്യം കൂടിയതെന്തോന്നറിയില്ല. ഏതായിരുന്നാലും ഒരു ഹദീസ് തന്നെ പലതവണ വന്നതാണേ. ഒരു ഹദീസ് തന്നെ പലതവണ പല കിതാബുകളിൽ പല മുഹദ്ദിസീങ്ങളിൽ രേഖപ്പെടുത്തിയതാ. അതൊക്കെ ഇങ്ങനെ എണ്ണിയതാണ്. എന്നാൽ തന്നെ അതിൽ പൂജ്യം കൂടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരേ ഐഡിയിൽ നിന്ന് ഇങ്ങനെ SKSSF എന്നിങ്ങനെ എഴുതി വിട്ടിട്ടുണ്ട് ഒരു സാധു. അപ്പൊ ഒരാള് കുറെ പ്രാവശ്യം ഒന്ന് എഴുതി വിട്ടാൽ അത് കുറെ ആവുമോ? ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് ഏതായാലും എല്ലാവരും മനസ്സിലാക്കി. ഞാൻ എന്റെ നാവ് കൊണ്ട് ഇനി അത് പറഞ്ഞിട്ട് നാക്കരപ്പാക്കണില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയകളെയൊക്കെ ഇതിനായി ഫിത്നക്കായി ഉപയോഗിച്ച ഒരു വിഭാഗം, അത് ഒരു കുരുത്തക്കേടിന്റെ ടീമാണ്. ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അത് കുളിച്ചാ പോണ സാധനമല്ല. അത് പോകാൻ വലിയ ഇടങ്ങാറാ. അത് പുരണ്ടു പോയാൽ പിന്നെ എത്ര കഴുകിയാലും അത് പോകൂല. പ്രത്യേകിച്ച് ആരാണോ കുരുത്തക്കേട്, ആരിൽ നിന്നാണോ പറ്റിയത്, അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിങ്ങോട്ട് ശുദ്ധിയായി കിട്ടാൻ, അതിനിങ്ങോട്ട് തെളിഞ്ഞു വരാൻ വലിയ ഇടങ്ങേറാണ്. എത്ര തൗബ ചെയ്താലും പരിപൂർണമായി അതിന്റെ ആ ബാധ അല്ലെങ്കിൽ അതിന്റെ ആ വിഷമതകള് നീങ്ങിക്കിട്ടൂല എന്നുള്ളതാണ് ഒരുപാട് വ്യക്തികളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീനീ പ്രബോധനത്തിന് ബിരുദം വാങ്ങി പുറത്തു വന്ന ആളുകൾ ദീനീ പ്രബോധനത്തിന് ഉപയോഗിക്കാവുന്ന മേഖലകളെ ദീനിനെ തെറ്റിദ്ധരിപ്പിക്കാനും ദീനീ പ്രബോധനം ചെയ്യുന്നവരെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് കുരുത്തക്കേടിന്റെ ഏറ്റവും വലിയൊരു മുഖാണ്. അപ്പൊ അത്തരക്കാരായ ആളുകളാണ് സമസ്തയുടെ യുവജന വിഭാഗം നിലവിളക്ക് കത്തിക്കുന്നതിന് അനുകൂലം എന്ന രീതിയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതിലൊന്നും ആരും വഞ്ചിതരാകരുത്. ഞാൻ നേരത്തെ പറഞ്ഞു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന വിഭാഗം എന്ന് പറയുന്നത് SYS ആണ്. SYSന്റെ സെക്രട്ടറിയാണ്, സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ വളരെ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയത്. അവിടുന്ന് ഇങ്ങോട്ടാണ് പിന്നെ അത് ചർച്ചയായത് തന്നെ. അതാണ് ആ നിലപാട് തന്നെയാണ് സമസ്ത നേതാക്കൾ അവരുടെ പ്രസ്താവനയിലും പറഞ്ഞത്. അതുകൊണ്ട് അതാണ് സമസ്തയുടെ നിലപാട്. അതിൽ നിന്നൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ തന്നെയാണ് സമസ്ത നിൽക്കുന്നത്. സമസ്തയെ സ്നേഹിക്കുന്നവർ എന്നുള്ള നിലക്ക് നമ്മളും അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. അതാണ് നമ്മുടെ ബാധ്യത എന്ന് ആ ചോദ്യം ചോദിച്ച സഹോദരനെയും മറ്റുള്ളവരെയും ഓർമ്മപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മൈക്ക് ഫ്രീ ആക്കി കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഏതായാലും ഉസ്താദിന്റെ ഉത്തരം റഫീഖ് പറമ്പിലിന് തൃപ്തിയായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അല്ലേ റഫീഖ് സാഹിബിന് ഓക്കെ അല്ലേ? നമുക്ക് മൈക്ക് എടുക്കാനോ ഇനി മറ്റ് പറയാനുള്ള ഒരു അവസരം നിങ്ങളെ സംബന്ധിച്ചില്ല. നമ്മൾ മൈക്ക് തരാൻ റെഡിയാണ്. എന്തായാലും ഉസ്താദ് വ്യക്തമായിട്ട് അത് മറുപടി പറഞ്ഞു. അപ്പൊ ഇനി അതുപോലെ എന്ത് കള്ളത്തരം വന്നാലും അതിൽ വിശ്വസിക്കരുത്, സത്യത്തിൽ വിശ്വസിക്കുക.
എപിക്കാരോ അല്ലെങ്കിൽ വഹാബികളോ അടിക്കുന്ന ഏതെങ്കിലും 4 ടെക്സ്റ്റ് അല്ല സത്യം, അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ളതല്ല SYSന്റെ നിലപാട്, സമസ്തയുടെ നിലപാട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇത് സമസ്തയാണ്, സമസ്തക്ക് നിലപാടൊന്നേ ഉള്ളൂ, അത് ഉള്ളിലും പുറത്തും നിലപാടൊന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ സത്യം മനസ്സിലാക്കുന്ന പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. അല്ലേ? റയീസ് എൻ പി ഒക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ. റയീസൊക്കെ എവിടെയെന്ന് കുറെ കാലം, റയീസ് എൻ പി എവിടെയെന്ന് കുറെ കാലം ക്ലാസ് റൂമിൽ കണ്ടിരുന്നില്ല. ഗൂഗിൾ ടാക്ക് പോയപ്പോ അതിനും പോയി. ഇപ്പൊ എവിടെ ഉള്ളത് ഒക്കെ ആൾക്കാർക്ക് അറിയാൻ പൂജയുണ്ടാവും. അങ്ങനെ ഓരോരുത്തരെ പറ്റി ഇൻഷാ അല്ലാഹ് ഓപ്പൺ ഫോറത്തിൽ പരിചയപ്പെടുത്തും, പ്രതീക്ഷിക്കാം. പെരിങ്ങത്തൂര് സ്വദേശി നമ്മൾ അഡ്മിനൊക്കെ ആയിരുന്നു, ഇപ്പോൾ അഡ്മിൻ തന്നെ തോന്നുന്നു. ലീബൊക്കെ താഴെ വന്നിട്ടുണ്ട്, ലീബൊക്കെ അടിച്ച് മുന്നുള്ളൂ. പാവം ലിബുവിന്റെ ഒക്കെ ഒരവസ്ഥ. 1 2 3 ഇപ്പോൾ പോയി. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ആളുകൾക്ക് വേങ്ങര പത്തുമൂച്ചിക്കലാണ് നിങ്ങൾ. മാഷാ അല്ലാഹ് പത്തുമൂച്ചി നമ്മളെ എന്താണ് പറയാ, അതിലപ്പുറത്തെ സ്റ്റോപ്പ് ഉണ്ടല്ലോ, കച്ചേരിപ്പടി കഴിഞ്ഞാല് എന്താ അതിന്റെ പേര്, SKSF നല്ല സജീവമായിട്ട് മണ്ണിപ്പിലാക്കലാണ് SKSF 1999 നടന്ന മലപ്പുറം ത്വലാഖ് സംവാദം. അതിന്റെ കേസറ്റ് പെട്ടെന്ന് ഇറങ്ങുകയും, ത്വലാഖ് സംവാദത്തിന്റെ കേസറ്റ് അന്ന് വീഡിയോ കേസറ്റാണ്, മറ്റേ വലിയ കേസറ്റ്, അന്ന് VCR ഒക്കെ എടുത്തു വേണം. ഏറ്റവും ആദ്യം 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ദിവസം, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അത് ആദ്യം പ്രദർശിപ്പിച്ചത് അന്ന് 300 രൂപയാണ് കേസറ്റിന്റെ വില. കൃത്യമായിട്ട് ക്ലിയറോട് കൂടി അത് സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗം വിജയിച്ചുകൊണ്ട് ആദ്യം പ്രദർശിപ്പിച്ചത് മണ്ണിൽപ്പിലാക്കൽ ശാഖ SKSSF ആണ് എന്ന്. അത് കാണാനൊക്കെ ഒരുപാട് ആളുകൾ പോയിരുന്നു. അൽഹംദുലില്ലാ. ആരാ വിജയിച്ച സംഭവത്തിൽ എന്താ ആവശ്യം? ദാറുൽഹുദിന് പേരോട് മനോരമ പത്രം എടുത്ത് വായിച്ച സംസ്കൃതി പൈസയൊക്കെ പറയാൻ കഴിയും. നമ്മളൊക്കെ അന്ന് കുട്ടികൾ, അന്നൊക്കെ അതിന്റെ വിജയം മലപ്പുറത്ത് പ്രകടനം ഉണ്ടായിരുന്നു. ഈ സംവാദം കഴിഞ്ഞ ഉടനെ മലപ്പുറത്ത് പാലസ് ഹോട്ടലിന്റെ അവിടുന്ന് അബ്ദുൽ സാഹിബ് പൂക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ വൻ ജനങ്ങള് പ്രകടനം നടത്തിയിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു പ്രകടനം. പേരോടൊക്കെ അവിടുന്ന് കാറിലേക്ക് ഊളിട്ടാ പോയത്. ഊളിട്ട് മലപ്പുറത്തുനിന്ന് മുങ്ങിയ ആളാണ്. മനോരമ പത്രം ഫത്വക്ക് കൊടുന്ന ആളാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒക്കെ സംവാദ കേസറ്റ് ഇൻഷാ അല്ലാഹ് ഞാൻ കുറെ അവിടെ കൊടുന്നു വെച്ചിട്ട്, അത് ഓഡിയോ MP3 ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായി. ഓട്ടക്കാട് കേട്ടാ ചീത്ത അറിയും. മൂപ്പരെടുത്ത് ടേപ്പ് റെക്കോർഡ് എടുത്ത് നമ്മളെ കൊടുന്നു വെച്ച് ചെയ്തു. MP3 ആക്കാനും പറ്റില്ല. അത് കമ്പ്യൂട്ടർക്ക് പ്ലെയർ കൊടുത്തിട്ട് വർക്കാണില്ല. അതിന്റെ അന്നത്തെ ഒറിജിനൽ കാസറ്റ് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് റൂമിൽ ഫുള്ളായിട്ട് പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ ആരത്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അയച്ചു തരിക, റെഡി ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MP3 എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും മലപ്പുറം ത്വലാഖ് സംവാദം അത് വളരെ ഒരു വൻ വിജയമായിരുന്നു. അൽഹംദുലില്ലാ. ശംസുദ്ദീൻ ഫൈസിക്ക് അതിനെ പറ്റി പറയാറില്ലേ? ശംസുദ്ദീൻ ഫൈസി ഉസ്താദിനെ അറിയുമായിരിക്കും. ഉസ്താദിന്റെ നാട്ടിക ഉസ്താദാണ് അതിന്റെ സംവാദ വ്യവസ്ഥക്ക് ഉണ്ടായിരുന്നത്. സംവാദത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ദിലുജ് വെക്ക് ഞാനും കൂടാന്ന് അറിയണ്ടേ, എന്ത് വെക്കാനാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ദുആ ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വളവരം തലാക്ക് സംബന്ധമായി ഇപ്പൊ ഇന്നലെ എങ്ങാണ്ട് ഇവിടെ ഇട്ടൊരു ക്ലിപ്പില് പേരോട് പറഞ്ഞു കേട്ടില്ലേ? ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങള് വളവരം തലാക്കിൽ പറഞ്ഞു തന്നെ എന്തേ പറഞ്ഞു, അതിന്റെ
അതുകൊണ്ടുണ്ടായ ഇടങ്ങേറ് ഇപ്പോഴും തീർന്നിട്ടില്ല. ആർക്ക് ആരാ കൊണ്ട് ഇടങ്ങേറായത് അതിന് തന്നെ മനസ്സിലാകണ്ടേ. അതുകൊണ്ട് ആ വിഭാഗത്തിനുണ്ടായ ഇടങ്ങേറ് ഇപ്പോഴും തീർന്നിട്ടില്ല. പേരോടടങ്ങുന്ന വിഭാഗത്തിന്റെ ഇടങ്ങേറ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അപ്പൊ ഫിഖ്ഹ് അനുസരിച്ച് കൃത്യമായി സമസ്തയുടെ ഭാഗം അത് വിശദീകരിച്ചു. ഫിഖ്ഹ് എന്താണെന്ന് അറിയാത്തവർ അവിടെ ഇവിടെയൊക്കെ കുറെ ഇങ്ങനെ പറഞ്ഞു. ഏതായിരുന്നാലും ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതൊന്നും കൂടുതൽ പറഞ്ഞിനി നമ്മൾ വെറുതെ അവരെ വിഷമിപ്പിക്കണില്ല. അപ്പൊ അതിനൊരു ആവശ്യമില്ലാത്ത സന്ദർഭമാണല്ലോ. ആവശ്യമില്ലാതെ പഴയതെടുത്തേണ്ട കാര്യമല്ല. ഞാൻ ഇന്നലെ പേരോടിന്റെ ആ ക്ലിപ്പ് കേട്ടപ്പോ ഓർമ്മ വന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞതാ. അതുകൊണ്ടുണ്ടായ വിഷമപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ മൂപ്പർക്കുണ്ടായ വിഷമവും മൂപ്പരടങ്ങുന്ന വിഭാഗത്തിനുണ്ടായ വിഷമമാണ് അത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇത്രയും നേരം ഇവിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണെങ്കിലും ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണല്ലോ. ഈ ഓർമ്മയുള്ള കാര്യങ്ങൾ തന്നെ വേറൊരാൾ പറയുമ്പോ അത് കേൾക്കുമ്പോ കൂടുതലൊരു ശ്രദ്ധ വരാൻ സാധ്യതയുണ്ട്. എനിക്കറിയണ കാര്യം തന്നെ വേറൊരാളെ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ അതിൽ ശ്രദ്ധ വരും. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. അത് മറ്റൊരാൾ പറയുമ്പോ അവരിൽ നിന്ന് ചിലപ്പോൾ ചില അസറുകൾ ഉണ്ടായേക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളിൽ ചിലരോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ എനിക്ക് ഖുർആൻ ഓതിത്തരൂ. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ നിങ്ങളുടെ മേലിലല്ലേ അത് അവതരിപ്പിക്കപ്പെട്ടത്, പിന്നെ ഞാനെന്തിനത് ഓതിത്തരണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മറ്റുള്ളവരിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ ദീനീ ഉലൂമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞതും അത്തരത്തിലുള്ള ചില അനിവാര്യമായി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഐക്യത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കി പ്രവർത്തിക്കുന്നവരിൽ, അതിന് നേതൃത്വം നൽകുന്നവരിൽ, ചുക്കാൻ പിടിക്കുന്നവരിലൊക്കെ ഉൾപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മഹാരഥന്മാരായ നായകന്മാർ, അവരിൽ പലരും, ജീവിച്ചിരിക്കുന്നവരിൽ പലരും പലതരത്തിലുള്ള രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ആഫിയത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു അവർക്കൊക്കെ എല്ലാവിധ കഴിവും തൗഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാരഥന്മാരായ ഒരുപാട് ഗുരുക്കന്മാർ, നേതാക്കന്മാർ, സയ്യിദന്മാരൊക്കെ ബർസഖി ലോകത്താണ്. അല്ലാഹു അവരുടെയൊക്കെ പരലോകത്ത് ദറജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവര് വെട്ടിത്തെളിയിച്ചു തന്ന ഈ പാതയിലൂടെ അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് പൂർവസൂരികളായ മഹത്തുക്കൾ, അയിമ്മത്തുകൾ പഠിപ്പിച്ചു തന്ന അതേ രീതിയിൽ തന്നെ ദീനിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മളിലും പല ആളുകളും പലതരത്തിലുള്ള രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഇന്നൊരു സഹോദരൻ എന്റെ അടുത്ത് വന്ന് കല്യാണം കഴിഞ്ഞ് 4 കൊല്ലമായി ഉസ്താദെ, കുട്ടികളുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ പല ആളുകളും പലപ്പോഴും നമ്മളോടൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. എന്നോട്, നിങ്ങളോടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാകാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാത്ത നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക്
മക്കളുണ്ടാകലാണ് ഖൈറ് എങ്കിൽ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കിട്ടുക എന്നുള്ളത് അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. മക്കളും സമ്പത്തുമൊക്കെ ഫിത്നയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. സമ്പത്തും സന്താനങ്ങളുമൊക്കെ അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒരു സഹോദരൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കൾ സമ്പത്തും ഒക്കെ ഫിത്നയാണ് എന്ന് പറഞ്ഞ ആ ഫിത്ന എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. മക്കളെ നൽകി പരീക്ഷിക്കും, നൽകാതെ പരീക്ഷിക്കും, ചിലർക്ക് നൽകാൻ താമസം വരുത്തിക്കൊണ്ട് പരീക്ഷിക്കും. ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ തൃപ്തരായിട്ട് കഴിയുക, ഖനാഅത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അത് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഖദാഇൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. കടുത്ത പരീക്ഷണങ്ങൾക്കൊന്നും അള്ളാഹു തആല നമ്മളെ വിധേയരാക്കാതിരിക്കട്ടെ. ഈമാൻ പോകുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കാർക്കും വരുത്താതിരിക്കട്ടെ. നമ്മളെയും നമ്മളെ അഹ്ലുകാരെയും സന്താന പരമ്പരകളെയും അള്ളാഹു തആല മുത്തഖീങ്ങളിൽ ഖാനിതീങ്ങളിൽ ഖനാഅത്തോടുകൂടി ജീവിച്ചു മരിക്കുന്നവരിൽ അള്ളാഹുവിന്റെ ഖദർ ഖദാഇൽ തൃപ്തിപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള മുറാദുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ഒരു സഹോദരൻ ഭാര്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്ന് പറയുന്നുണ്ട്. ആ സഹോദരിക്ക് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നീക്കി അവർക്ക് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമാണെങ്കിൽ അതിന് ശിഫ നൽകുമാറാകട്ടെ. പ്രസവ സംബന്ധിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഖൈർ നൽകുമാറാകട്ടെ. അങ്ങനെ ദുആ കൊണ്ട് പല ആളുകളും PM-ലൂടെയും മറ്റേയും അറിയിക്കുന്നു. എല്ലാം കൂടെ വായിച്ച് സമയം കളയുന്നില്ല. എല്ലാം അല്ലാഹു അറിയുന്നവനാണ്. അവരുടെ ഒക്കെ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കട്ടെ. ഈ പാതിരാത്രി കഴിഞ്ഞ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലാഹു ഏറെ ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടു സ്വീകരിച്ചുകൊണ്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ മഹ്ള് ഫദ്ല് കൊണ്ട് നമ്മുടെ ഈ ചോദ്യത്തെ അവൻ സ്വീകരിക്കുമാറാകട്ടെ. ഇജാബത്തുള്ള ദുആന്റെ കൂട്ടത്തിൽ ഈ ദുആഇനെ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. നമ്മുടെയൊക്കെ മഹാന്മാരായ മഹത്തുക്കളായ പൂർവികരുടെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട്, അംബിയ ഔലിയാക്കന്മാരുടെ ശുഹദാക്കളുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട്, നമ്മളുടെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ തരത്തിലുള്ള ഹലാലായ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم أعز أهل السنة والجماعة وأذل أهل الكفر والبدعة والضلالة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത പരിപാടി എന്താണെങ്കിൽ ബന്ധപ്പെട്ട അഡ്മിൻ സുഹൃത്തുക്കൾ മൈക്കിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.